ചേട്ടാ സഹായിക്കണം. ബുദ്ധി കൊണ്ടുള്ള സഹായമാണെങ്കിൽ ഓക്കെ. ബുദ്ധി മാത്രം കൊണ്ടാൽ മതിയാവില്ല, ചിലപ്പോ ശക്തിയും വേണ്ടി വരും. കാര്യം പറ. എന്റെ ഗുഹയ്ക്കൊരു ചെരിവ്, അതൊന്ന് മാറ്റി തരണം. ഗുഹയുടെ ചെരിവ് മാറ്റാനോ? അതെ, പുതിയതായി വാങ്ങിയ ഗുഹയാ. അതിന് കിഴക്കോട്ടൊരു ചെരിവുണ്ടെന്ന് വൈകിയ മനസ്സിലായെന്ന്. അതൊന്ന് ശരിയാക്കി തരണം ഉച്ചയ്ക്ക് മുൻപ്. ഉച്ചയ്ക്ക് മുമ്പോ? ഇതെന്താ മീൻ തലയോ മറ്റോ ആണോ ഉച്ചയ്ക്ക് തീർക്കാൻ? അതല്ല ചേട്ടാ, ഉച്ചയ്ക്ക് എന്നെ ഒരു അമ്മാവൻ വരും, മഹാദേഷ്യക്കാരനാ. അതിന്? ഗുഹയ്ക്ക് ചെരിവുണ്ടെന്ന് അമ്മാവൻ കണ്ടാൽ പിന്നെ കുഴപ്പമാകും. ചരിവൊന്നുമില്ലെന്ന് ചുമ്മാ തോന്നിച്ചാൽ മതി. 2 ദിവസം കഴിഞ്ഞ് അമ്മാവൻ പോയിക്കോളും. തോന്നിക്കൽ, അത് നോക്കാം. ഗുഹയൊന്ന് കാണട്ടെ. ദാ കണ്ടില്ലേ, കിഴക്കോട്ട് ചെരിവ്. വഴിയുണ്ട്. കിഴക്ക് ഭാഗത്ത് മണ്ണ് കുറെ കോരി പടിഞ്ഞാറ് ഭാഗത്ത് ഇടണം. ഇട്ടാൽ അങ്ങനെ മണ്ണിട്ടാൽ ആ സ്ഥലത്തിനും ചെരിവ് വരും. സ്ഥലവും ചെരിഞ്ഞാൽ ഗുഹയ്ക്കു ചെരിവ് തോന്നില്ലേ? പക്ഷേ ഉച്ചയ്ക്ക് മുമ്പ് അത്രയും ഒന്ന് മാറ്റണേ. അതിനു പറ്റിയ ആള് വരുന്നുണ്ട്. ശരി, എന്തു പണിയും ചെയ്തോളൂ. എടോ, താൻ ആ ഗുഹയുടെ കിഴക്ക് ഭാഗത്തെ മണ്ണെടുത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കൊണ്ടിട്. ഞാൻ സഹായിക്കണോ? വേണ്ടെന്നേ, നമ്മള് റെസ്റ്റ് ചെയ്താൽ മതി. അതാ പതിവ്. വാ, ബുദ്ധിക്ക് ഞാൻ ജോലിക്ക് ചേരും. അതാ ശീലം. നല്ല മനോഹരമായ ശീലം. സൂത്ര കുറെ മണ്ണ് മാറ്റി. വാ നോക്കാം. ഇത്രയും മാറ്റിയാൽ മതിയോ? മോന് എരിവാലൻ പുഡിങ് കഴിക്കണം, റെഡിയാക്ക്. എരിവാലൻ പുഡിങ്ങോ? അതെന്താ? അതെന്താണെന്ന് എനിക്കും അറിയില്ല, ഇവന്റെ സാറ് പറഞ്ഞതാ. എന്നാ പിന്നെ ആ സാറിനോട് ചോദിച്ചാലോ? വേണ്ട, പഠിപ്പിക്കുന്ന സാറുമാരെ ഇത്തരം കാര്യങ്ങളിൽ വലിച്ചിഴക്കരുത്. വലിച്ചിഴച്ച് കൊണ്ടുവരണ്ടോ, സാറിനെ നടത്തി കൊണ്ടുവരാൻ ചേട്ടാ. നിങ്ങൾ വേഗം എരിവാലൻ പുഡിങ് ഉണ്ടാക്ക്. എന്റെ ഒരു അമ്മാവൻ പാചകക്കാരനാ സൂത്രോ. വെരി ഗുഡ്. എന്നാ പിന്നെ താൻ അമ്മാവനോട് ചോദിക്ക്. അതുവരെ ഞാൻ റെസ്റ്റ് എടുക്കാം. അമ്മാവനെ വലിച്ചിഴക്കണോ സൂത്രോ? എരിവാലൻ പുഡിങ്ങിന് 6-7 തരം സാധനം വേണം. എഴുതിയെടുത്തോ. കാക്കമുട്ട 2, നെല്ലിക്ക 6, മഞ്ഞപ്പഴം 7. കോക്കമുട്ട, നെല്ലിക്ക, മഞ്ഞപ്പഴം. പ്ലാവില 3, വെള്ളം 1 ചിരട്ട, മാമ്പഴച്ചാറ് 2 ചിരട്ട. പിന്നെ മുളക് പാകത്തിന്. പോകമായ മുളകാണോ? പാകത്തിന് എന്ന് പറഞ്ഞാൽ വേണ്ട അളവിലെന്നർത്ഥം. പുഡിങ് ഉണ്ടാക്കേണ്ട വിധം ഇനി പറയാം. കോക്കമുട്ട പ്ലാവിലയിൽ വെച്ച് ചതച്ച് നെല്ലിക്കയും മഞ്ഞപ്പഴവും ചേർത്ത് അരച്ചതുമായി മിക്സ് ചെയ്യുക. അതിലേക്ക് വെള്ളവും മാമ്പഴച്ചാറും ചേർത്ത് ഇളക്കി മുളക് അരച്ച് ചേർത്താൽ എരിവാലൻ പുഡിങ് റെഡി. കാക്കമുട്ട, നെല്ലിക്ക, മഞ്ഞപ്പഴം, പ്ലാവില, വെള്ളം, മാമ്പഴച്ചാറ്. എടോ, ഇതൊക്കെ എത്ര വേണമെന്ന് എഴുതിയിട്ടില്ല. അമ്മാവൻ പറഞ്ഞതോ, എഴുതാൻ മറന്നു. പോയി ചോദിച്ചിട്ട് വാടോ, ഇല്ലെങ്കിൽ കൊടിയന്റെ ഇടി ചുവറാ. അമ്മാവോ, അമ്മാവോ. അമ്മാവൻ പുറത്തു പോയി. പാകത്തിന് എന്ന് പറഞ്ഞാൽ വേണ്ട അളവിലെന്നർത്ഥം. സൂത്രോ, എല്ലാം റെഡി. എങ്കിൽ വേഗം വാ, കടിയൻ വെയിറ്റ് ചെയ്യുകയാ. ചേട്ടാ, ശരി, വായിക്കൂ. കോക്കമുട്ട പാകത്തിന്, നെല്ലിക്ക പാകത്തിന്, മഞ്ഞപ്പഴം പാകത്തിന്, പ്ലാവില പാകത്തിന്, മാമ്പഴച്ചാറ്. എടോ, എന്താണോ എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാത്തത്? തനിക്കൊന്ന് ചിരിക്കാൻ പാടില്ലേ? അതിന് ചേട്ടൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ. പരിചയം ആവിച്ച് ചിരിച്ചുകൂടെ എന്നാ ചോദിച്ചത്. അതിന് എനിക്ക് ചേട്ടനെ പരിചയമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, ഭാവിക്കാൻ. അറിയാത്തവരെ കണ്ടാലും പരിചയം ഭാവിച്ച് പുഞ്ചിരിക്കണം, മനസ്സിലായോ? അയ്യോ, അങ്ങേര് തിരിച്ചു വരുന്നു. തന്നോടല്ലേടോ ഞാൻ ചിരിക്കാൻ പറഞ്ഞത്. പരിചയമില്ലാത്തവരെ കണ്ടാൽ ചിരിക്കാനല്ലേ പറഞ്ഞത്. എനിക്ക് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയ പരിചയമുണ്ടല്ലോ. പരിചയമുണ്ടെങ്കിലും ചിരിക്കണം. പുള്ളി പറഞ്ഞതിൽ കാര്യമുണ്ട്. കണ്ടാലൊന്ന് ചിരിക്കുന്നതിൽ തെറ്റില്ല. ചിരിക്കുമ്പോ തെറ്റുമോന്നാ പേടി. പിന്നെയും കിട്ടിയടോ തല്ല്. അങ്ങേരെ കണ്ടപ്പോ പുഞ്ചിരിച്ചതിന്. പുഞ്ചിരിച്ചതിന് തല്ലോ? മൂക്ക് മുന്നിൽ വെച്ചാ കണ്ടത്. ഞാൻ ഉടനെ പുഞ്ചിരിച്ചു. പക്ഷെ അന്നേരം അങ്ങേര് ഉറക്കമായിരുന്നു, അതുകൊണ്ട് എന്റെ പുഞ്ചിരി കണ്ടില്ല. പുഞ്ചിരിച്ച കാര്യം പറയാൻ വേണ്ടി തോണ്ടി വിളിച്ചപ്പോഴാ തല്ല് കിട്ടിയത്.